ആരടാ? ഉപ്പയാണ്. അതിങ്ങനെ വിളിച്ചോണ്ടിരിക്കും. പണിയായോ, പൈസയായോ, എന്തെങ്കിലും കഴിച്ചോ, തീരാൻ പറ്റില്ല. എടാ, സംഭവം ശരി തന്നെ. കുറെ ശല്യമായിട്ടൊക്കെ തോന്നും. പക്ഷെ ഇതൊക്കെ നിലച്ചു പോകുന്നൊരു സമയമുണ്ട്. നമ്മൾ ഈ കാണുന്ന വെറുപ്പിക്കലൊക്കെ അവരെത്രത്തോളം ഇഷ്ടം കൊണ്ട് ചെയ്തായിരുന്നെന്ന് അപ്പോഴേ മനസ്സിലാവും. ഞാൻ ജനിച്ചത് മുതലേ എനിക്ക് ഏറ്റവും വേദന വെറുപ്പുള്ള വർഷം ഏതാണെന്നറിയാം നിനക്ക്? അത് ഈ 2025. ഞാൻ ഈ നന്നാകാൻ പോകുന്ന സമയത്ത് എൻ്റെ ഉപ്പ എൻ്റെ കൂടെ ഇല്ലടാ. ഒരു സംഭവം കാണുമ്പോൾ പലവർക്കും പലവരുടെ ഒപ്പമാരെ ഓർമ്മ വരും. ഇന്ന് നമ്മുടെ കൂടെ വാപ്പമാരുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് കാണുമ്പോൾ സങ്കടപ്പെടലേ, അവർ ഇരുന്നാട് കരയിലെ പടച്ചവന്റെ വിധിക്കുത്തരം നൽകിയിട്ട് മൺമറിഞ്ഞു പോയിട്ടുള്ള ഉപ്പമാരെ ഓർത്തിട്ടായിരിക്കും ആ മക്കള് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടല്. ഉപ്പമാർക്ക് മക്കളോട് ഇഷ്ടക്കുറവാണ് എന്ന് പല ആൾക്കാരും ഇവിടെ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തില് ഉപ്പമാർക്ക് ഇഷ്ടക്കുറവും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ദേഷ്യം കൂടുതലായിരിക്കാം, ഗൗരവം കൂടുതലായിരിക്കാം. ദേഷ്യം ഗൗരവം ഒക്കെ കൂടുന്നത് എന്താന്ന് വെച്ചാല് വീടിന്റെ ഗ്രഹനാഥനെ ഉപ്പ ആയത് കാരണം കൊണ്ടാണത്. സ്നേഹിക്കാൻ അറിഞ്ഞിട്ടാണോ? സ്നേഹിക്കാൻ അറിയാത്തോണ്ടെന്നല്ല. കടം, കള്ളി, ബുദ്ധിമുട്ട്, പ്രയാസങ്ങള് ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കടന്നിങ്ങോട്ട് വരുമ്പോഴേ അവരാ കെട്ടിക്കുട്ടിനോട് കുടുങ്ങി പോണതാണത്. അഷ്കറിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ എത്ര ആൾക്കാർ കണ്ണവിടെ നിറഞ്ഞിട്ടുണ്ടാവും. ശരിയല്ലേ? ഇപ്പരെ നമ്മളെ കൂടുതൽ ഉണ്ടാവുമ്പോഴത്തേനാണ് ഈ പറയുന്ന നമുക്കൊക്കെ ഒരു ധൈര്യം, ഒരു ബലക്ക നമുക്ക് ഇവിടെ ഉണ്ടാവല്. ഉപ്പമാരെ പറ്റിയിട്ട് ഇവിടെ പറയല് ഇവിടെ ചുരുക്കാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ പറയല് ഉമ്മമാരെ കുറിച്ചിട്ടാണ്. ഉമ്മമാരെ കുറിച്ചിട്ട് നമ്മൾ എത്രത്തോളം പറയുന്നോ അതേമാതിരി പറയേണ്ട ഒരാളാണ് നമ്മുടെ ഉപ്പാര് എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കും ഉപ്പാക്കും എല്ലാവർക്കും പടച്ചോനെ ദീർഘായുസ്സോടെ നൽകട്ടെ. കാരണം അവരൊക്കെ നമ്മുടെ കൂടുതൽ ഉണ്ടാവുമ്പോ ഉണ്ടാവുന്ന ഒരു ജീവിതകാലം ഉണ്ടല്ലോ, ആ ഒരു ജീവിതമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ജീവിതം.